ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഈദ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇന്നലെ ആയിരുന്നു ഇവിടെ ഈദ്. ഉപ്പാടെ ഉമ്മാടെ റൂമിൽ വെച്ചിട്ടായിരുന്നു ഇന്നലെ ഞങ്ങളുടെ ഈദ് സെലിബ്രേഷൻ. കസിൻസും എല്ലാവരുമായിട്ട് നല്ലൊരു ഫാമിലി ഈദ് തന്നെ ആയിരുന്നു. അപ്പോൾ ദുബായിൽ വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ കുഞ്ഞ് ഈദ് സെലിബ്രേഷൻ്റെ വീഡിയോ ഒന്ന് കാണാം. അതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതിൻ്റെ തലേ ദിവസമുള്ള പ്രിപ്പറേഷൻസാണ്. ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററാണത് കട്ട് ചെയ്യുന്നത്. ഞാനിതാ കുൽഫി പുഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. കഴിഞ്ഞ ഇതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ നല്ല പിസ്താഷ്യൂസും നട്ട്സൊക്കെ ഇട്ട് അടിപൊളി പുഡിങ്ങാണ്. ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട പുഡിങ്ങാണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഐസിൻ്റെ ഹെയർ കട്ടിങ്ങിന് കൊണ്ടുപോയതായിരുന്നു. നല്ല ഗുഡ് ബോയ് ആയിട്ട് ഇരുന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കറാമയിലുള്ള കസിൻ്റെ റൂമിലേക്ക് പോവാണിപ്പോൾ. മെഹന്തി ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കസിൻ്റെ വൈഫ് മെഹന്തി ഇട്ട് തരും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. സഫദാത്ത് അതാ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും നല്ല ഭംഗിയിൽ തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും കൈ നിറയെ മൈലാഞ്ചി ഇടുന്നുണ്ട്. ഈദിൻ്റെ ഈ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ മെഹന്തി ഇടുക എന്ന് പറയുന്നത്. മെഹന്തി ഇട്ട് കഴിഞ്ഞപ്പോൾ ലേറ്റ് നൈറ്റ്സായി, 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. വേഗം കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ് പിന്നെ ബിരിയാണി പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൺ ബിരിയാണി തന്നെയാണെന്ന്. ഈദ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫ് കറിയാണ്. ബിരിയാണിക്കുള്ള മട്ടണൊക്കെ ഉമ്മ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ റൈസൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടപ്രഥമൻ പായസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈദിൻ്റെ ഫുഡെല്ലാം റെഡിയായി. അപ്പോഴേക്കും എല്ലാവരും എത്തി. മൂത്താപ്പ എത്തി, കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഈദ് വിഷ് ചെയ്ത് ഹഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈദിൻ്റെ സ്വീറ്റ്സ് ഉണ്ട്. ഉപ്പ ലേച്ചക്കോളിൽ നിന്നൊരു സ്വീറ്റ്സിൻ്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്താപ്പ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈദാവുമ്പോൾ നമുക്ക് സ്വീറ്റ്സും കൂടെ കഴിക്കുമ്പോഴാണല്ലോ അതൊന്ന് കംപ്ലീറ്റ് ആവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കുളിച്ച് നല്ല റെഡിയായി, ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഞാനിതപ്പോൾ സ്വീറ്റ്സ് എല്ലാവർക്കും സെർവ് ചെയ്യായിരുന്നു. നാട്ടിലായിരുന്ന സമയത്ത് ഈദ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലി മുഴുവൻ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. പണ്ട് മുതലേ ഉള്ളതാണ്. എല്ലാവരും ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈദ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ തന്നെ ആയിരുന്നു. ഫുൾ ഫാമിലി ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ ആയിട്ട് കുറച്ച് കാലം നമ്മളതൊക്കെ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും ഞങ്ങളിതാ ദുബായിൽ വെച്ചിട്ട് അതുപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്. എല്ലാവർക്കും ഞാൻ അങ്ങനെ സ്വീറ്റ്സ് നടന്ന് കൊടുക്കുകയാണ്. ഞാൻ സൽവാറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആലിയ കട്ടിൻ്റെ സൽവാറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫുള്ളായിട്ടുള്ളതൊക്കെ കാണിക്കാൻ ഈ ഫോട്ടോ ഉണ്ട്. മുബഷറൻ ഷിബി എല്ലാവരും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഷിബിക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കാൻ. ഷിബി നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈദ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഹലോ ഹലോ അളിയൻ ഇങ്ങോട്ട് വന്നിരിക്കേ. ഹായ്. എല്ലാവരും ഒരു ഈദും പാർക്ക് പറഞ്ഞോളൂ. ഈദും പാർക്ക്. ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈദിന് കൂടിയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ ആണ്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഈദ് സൽവാറാണ്.
ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും കൂടെ. ഫ്രൈഡേ ആയതുകൊണ്ട് ജുമാ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈദിൻ്റെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ജുമാ കഴിഞ്ഞ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് ഉമ്മയുടെ ഫ്രണ്ടാണ് ഈ യെല്ലോ സൽവാർ ഇട്ടത്, നമ്മളുടെ നെയ്ബറാണ്. എല്ലാവരും ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുകയാണ്. റാഫിക്കാക്കയാണ് ദമ്മ് പൊട്ടിക്കുന്ന ആൾ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേര് ടേബിളിലും അതുപോലെ താഴെ മാറ്റൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അത് ഞാൻ പ്ലേറ്റ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാണ്. നമ്മളുടെ ഈദ് മെനു എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്, പിന്നെ അതിൻ്റെ കൂടെ റൈത്ത, പിക്കിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെസേർട്ട്സ് ആയിട്ട് പായസവും അടപ്രഥമൻ പായസമായിരുന്നു, പിന്നെ കുൽഫി പുഡിംഗ് ആയിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ബിരിയാണി കഴിച്ചതിന് ശേഷം ഇത് അടപ്രഥമൻ പായസം സെർവ് ചെയ്യാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുൽഫി പുഡിംഗ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ഗാർണിഷിങ് കൂടെ ചെയ്യാനുണ്ട്. ഇത് പിസ്താഷ്യൂസും ആൽമണ്ട്സ് ക്രഷ് ചെയ്തതും സാഫ്രണൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കസിൻ്റെ കൂടെ അതെല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങി വെറുതെ ഒന്ന് പാട്ടൊക്കെ ഇട്ട് ഒന്ന് കാറിൽ റൗണ്ട് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അടുത്തുള്ള പാർക്കിൽ ഒന്നുകൂടെ പോയി. ഈവനിങ് ആയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ പാർക്കിലേക്ക് പോവാണ്. പാർക്കിൽ ഉമ്മയുടെ ഫ്രണ്ടും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബാക്കിൽ നിൽക്കുന്നതാണ് ഉമ്മയുടെ ഫ്രണ്ടും മക്കളൊക്കെ. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കലൊക്കെ ആയി. അവിടെ കുറേ പേര് ഇതുപോലെ ഫോട്ടോഷൂട്ടിന് ഈദ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പാർക്കിലെത്തിയപ്പോൾ നല്ല ഹാപ്പി എൻജോയ് ചെയ്യാനതാ. ഐസിന് ഞാനും അവരുടെ കളിയിലാണ് അവിടെ ഇരുന്നിട്ട്. ഇന്ന് മുബഷീറിൻ്റെ ഷിബിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വിഷിങ് ദം എ വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേക്ക് കൊടുന്നവർക്കൊരു സർപ്രൈസ് കൊടുത്തു. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഹത്തയിലോട്ട് പോവാണ്. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് അവിടെ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.